കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൽ നടപടി നേരിട്ട നേതാക്കൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് എന്ന് സൂചന. നിരവധി നേതാക്കളുമായി ബിജെപി ചർച്ച നടത്തി. ഡിസിസി ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെയുള്ളവരുമായാണ് പ്രാഥമികവട്ട ചർച്ചകൾ നടന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ബിജെപി നേതാവ് കണ്ണൂർ വിഷ്ണുവോട് വെളിപ്പെടുത്തി. മറ്റു പാർട്ടികളിലെ അസംതൃപ്തരായ നേതാക്കളെയെല്ലാം ബിജെപിയിൽ എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിലാണ് നേതാക്കൾ. ഇതിനായി പല തലത്തിലും ആലോചനകൾ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്ന് നടപടിക്ക് വിധേയരായ 1 ഡസനോളം പ്രധാന നേതാക്കളുണ്ട്. ഇവരെയെല്ലാം ബിജെപി നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. മുമ്പത്തെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം വെച്ച് പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഇവരുമായി സംസാരിച്ചതായാണ് വിവരം. നടപടിക്ക് വിധേയരായവർ പരസ്പരം ആശയവിനിമയവും നടത്തുന്നുണ്ട്. അടുത്ത ദിവസത്തിൽ 2 ഡിസിസി ഭാരവാഹികൾക്കെതിരെയും കോൺഗ്രസ് നടപടി സ്വീകരിച്ചിരുന്നു. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ നരവൂർ, അഡ്വക്കേറ്റ് CT സജിത്ത് എന്നിവർക്കെതിരെയാണ് നടപടി വന്നത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള കൂത്തുപറമ്പ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ച് നിയമപോരാട്ടം നടത്തിയതാണ് സത്യൻ നരവൂരിന് എതിരായ നടപടിക്ക് കാരണമായത്. അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് ഇതിനെ ഡിസിസി വിലയിരുത്തിയത്. പാർട്ടിയെ കളങ്കപ്പെടുത്തും വിധം പ്രവർത്തിച്ചതിനാണ് നടപടിയെന്നും ഡിസിസി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കോടതിയടക്കം തന്റെ പരാതി ശരിവെക്കുകയാണ് ചെയ്തതെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തതെന്നും സത്യൻ നരവൂരും ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം സസ്പെൻഷനെതിരെ പരാതി നൽകി കാത്തിരിക്കുകയാണ് സത്യൻ നരവൂർ. പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നോക്കി തുടർ തീരുമാനമെടുക്കുമെന്ന് മാത്രമാണ് സത്യൻ നരവൂർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റായിരുന്ന KP സാജുവിനെതിരെ പരാതി നൽകിയതിനാണ് ഡിസിസി സെക്രട്ടറിയായ അഡ്വക്കേറ്റ് CT സജിത്ത് ഉൾപ്പെടെയുള്ള 4 കോൺഗ്രസ് ഡയറക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. സജിത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല. ചുമതലകളിൽ നിന്ന് മാറ്റിയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്ന് CT സജിത്തും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതൃപ്തരായ നേതാക്കൾ ചേർന്ന് താമസിയാതെ ഒരു പൊതുവേദിക്ക് രൂപം നൽകാനാണ് സാധ്യത. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ PK രാഗേഷും ഇവർക്കൊപ്പം ചേർന്നേക്കും. ഈ അസംതൃപ്ത വിഭാഗത്തെ ഒന്നടങ്കം പാർട്ടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാകുമെന്നാണ് ബിജെപിയുടെയും വിലയിരുത്തൽ. ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ടെന്ന് ഒരു പ്രധാന ബിജെപി നേതാവ് കണ്ണൂർ വിഷ്ണുവോട് സ്ഥിരീകരിച്ചു. അടുത്തു തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്നും ചർച്ച നടത്തിയവർ പേര് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് രഹസ്യമാക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.